ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഡിഷാണ്, അതായത് ചില്ലി ചിക്കൻ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ബോണുള്ള പീസസ് ആണ്, നിങ്ങൾക്ക് ബോൺലെസ്സും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനുശേഷം നമുക്ക് കോൺഫ്ലവർ ആവശ്യമുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. അടുത്തത് ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതും 1 ടീസ്പൂൺ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചിക്കനിലേക്കൊന്ന് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ലാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സോയാ സോസാണ്. ഇത് ഡാർക്ക് സോയാണ് എൻ്റെ അടുത്തുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് സോയ ആണ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒന്നിന് പകരം ഒരു 1.5 to 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. ഒരു 1/2 to 1 മണിക്കൂർ നിങ്ങൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. ഇതെന്തെങ്കിലും ഒട്ടിപ്പിടിക്കും, അപ്പോൾ ഒരുമിച്ചിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ പീസായിട്ട് ഇടുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ ചിക്കനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സോസസ് ഒക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 1 to 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അരിഞ്ഞത് ഒരു 6 എണ്ണം. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 6 എണ്ണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്ന് ഇരട്ടിയായിട്ട് എടുത്തോളൂ. ആദ്യം ഈ എണ്ണ ഒന്ന് നല്ലതായിട്ട് ചൂടായ എണ്ണ തന്നെയാണ്, എന്നാലും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് വെളുത്തുള്ളി മൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക്, പിന്നെ സവാള, അതുപോലെ ക്യാപ്സിക്കം, ഇതിത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ചിക്കനിൽ ഉപ്പുണ്ട്, അതുപോലെ തന്നെ സോസസിലും ഉപ്പുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് വാടി വന്നാൽ മതിയാകും. ഒരുപാട് വഴഞ്ചൊന്നും പോകണ്ട. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും യൂസ് ചെയ്യുന്നുണ്ട്. കെച്ചപ്പിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, പക്ഷേ ഇത് കറക്റ്റായിരിക്കും. ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 തൊട്ട് 1/4 കപ്പ് വരെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനൊരു സെമി ഗ്രേവിയാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഇത് നമ്മുടെ കോൺഫ്ലവറിൻ്റെയും നമ്മുടെ വെള്ളത്തിൻ്റെയും ഒരു മിക്സാണ് ഇതിലൊഴിച്ചത്. അപ്പം നമ്മളുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവി നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ആഡ് ചെയ്തിരുന്നത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വറ്റി നല്ല ഒരു സെമി ഗ്രേവി ടൈപ്പിലും എടുക്കാം. ഡ്രൈ ആയിട്ടുള്ള വേണ്ടവർക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ഓപ്ഷൻ കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടിയാണ്. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിലിടാം. നല്ലൊരു സ്പൈസിനെസ് കിട്ടും, അതുകൊണ്ടിട്ടാണ്. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് സെമി ഗ്രേവിയാണ്. ഫ്രൈഡ് റൈസിനോടൊപ്പം, പൊറോട്ടയുടെ കൂടൊപ്പം, നാൻ്റെ കൂടൊപ്പം ഒക്കെ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.